തലശ്ശേരി പെരിങ്ങത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കണ്ടക്ടർക്ക് മർദ്ദനമേറ്റതിൽ അക്രമി സംഘത്തിലെ 2 പേരെ ചൊക്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. വളയം വാണിമേൽ സ്വദേശി സൂരജ്, ബിനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഫെലിക്സ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫെലിക്സിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ശരി, ഫെലിക്സ് നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങളാണ്. ഇവരെ എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെയാണ് പിടിയിലായത്? ആരാണിവർ? ഇപ്പോൾ 2 പേരുടെ അറസ്റ്റാണ് ചൊക്ലി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് സൂരജ്, രണ്ടാമത്തെ ആൾ ബിനീഷ്. ഈ ബിനീഷിന്റെ അറസ്റ്റ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ കൂടിയാണ് സൂരജിനെ കസ്റ്റഡി എടുക്കുകയും സൂരജിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുകയും ചെയ്തത്. ഈ തലശ്ശേരിയിൽ നിന്നും തൊട്ടിപ്പാലത്തിലേക്കുള്ള റൂട്ടിലാണ് ബസ് കണ്ടക്ടറെ ബസ്സിനുള്ളിൽ കയറി ഈ സംഘം മർദ്ദിച്ചത്. 7 അംഗ സംഘമാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശേഷിക്കുന്ന ആളുകളെ കൂടി പിടികൂടാനുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മർദ്ദിച്ച അയാൾ ഈ സ്വർണം പൊട്ടിക്കൽ സംഘാംഗമാണ് എന്നതാണ് പുറത്തു വരുന്ന കാര്യം. അപ്പോൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ആളുകളാണ് ഈ അക്രമം കാട്ടിയത് എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർക്കെതിരെ വധശ്രമ കുറ്റത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ഈ വിഷ്ണു എന്ന കണ്ടക്ടറെ അതിക്രൂരമായാണ് മർദ്ദിച്ചത്. പിന്നീട് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെത്തി ചികിത്സ തേടുകയും ചെയ്തു. ഈ തലയ്ക്കടക്കം ഗുരുതരമായി മർദ്ദനമേറ്റിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് ശേഷിക്കുന്ന പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ പിടിയിലായ 2 പേർക്ക് പുറമെ ഈ സ്വർണം പൊട്ടിക്കൽ കേസിൽ ഉൾപ്പെട്ട ആളുകൾ അടക്കമുണ്ട്. അവരെ കൂടി പിടികൂടണം, അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകുമെന്നാണ് ബസ് ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നത്.